ബീഹാറിൽ എൻഡിഎ മന്ത്രിസഭ വൈകിട്ട് അധികാരമേറ്റെടുക്കും. മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിനൊപ്പം 9 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. സാമ്രാട് ചൌധരിയും വിജയ് സിൻഹയുമാണ് ഉപമുഖ്യമന്ത്രിമാർ. ബിജെപി ദേശീയ അധ്യക്ഷൻ JP നദ്ദ അടക്കമുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. आज हमने इस्तीफा दे दिया तो वही सब लोगों की राय, अपने पार्टी के लोगों की राय, चारों तरफ से राय आ रही थी, तो हमने सब लोगों की बात को सुन लिया। तो इसीलिए आज हमने इस्तीफा दे दिया। अब ये जो भी सरकार थी वो समाप्त कर दिया गया। अभी हम जो पहले गठबंधन को छोड़ के नए गठबंधन बनाए थे, और जो नया गठबंधन 1.5 महीना से बनाए थे, 1.5 साल से, तो यहाँ पर भी जो स्थिति इधर आकर के ठीक नहीं लगी है, हमने छोड़ दिया। एनडीए के मित्र पक्ष मिलकर एनडीए की सरकार बिहार में बनाई जाए। बिहार वासियों के हित के लिए ये सरकार बने और भारतीय जनता पार्टी के विधायक दल के नेता के नाते सम्राट चौधरी जी का चयन किया गया और उपनेता के नाते श्रीमान विजय सिन्हा जी का चयन किया गया है। आज भारतीय जनता पार्टी ने मेरे जीवन के लिए एक ऐतिहासिक कार्य किया कि बिहार के विकास के लिए और लालू प्रसाद जी के आतंक को समाप्त करने के लिए जो जनमत 2020 में हम लोगों को मिला था, उसको फिर से एनडीए के रूप में स्थापित करना और बिहार में जंगल राज नहीं बन सके और देश के यशस्वी प्रधानमंत्री जी के नेतृत्व में 2024 में 40 की 40 सीट जिताकर बिहार से देने का संकल्प भी हम लोगों ने लिया है। എൻഡിഎ മന്ത്രിസഭ അധികാരം ഏറ്റെടുക്കും. വൈകിട്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്നറിയുന്നു. എന്തായാലും ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അറിയാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ തന്നെ ആകും എന്ന് പറയുന്നു. ഒപ്പം മറ്റ് ഉപമുഖ്യമന്ത്രിമാരുടെ കാര്യത്തിൽ ആരൊക്കെ ആയിരിക്കാം എന്നുള്ള കാര്യം കൂടെ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? രജനി, വൈകുന്നേരം 5 മണിക്ക് പട്നയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. ബീഹാർ മുഖ്യമന്ത്രിയായി വീണ്ടും നിതീഷ് കുമാർ സത്യവാചകം ചൊല്ലി അധികാരമേൽക്കും. ഒപ്പം 2 ഉപമുഖ്യമന്ത്രിമാരാണ് ചുമതലയേൽക്കുന്നത്. BJPയുടെ നിയമസഭാ കക്ഷി നേതാവായ സാമ്രാട് ചൗധരി, അതോടൊപ്പം തന്നെ നിയമസഭാ കക്ഷി ഉപനേതാവ് വിജയ് സിൻഹ. ഇരുവരെയും ഇന്ന് രാവിലെ പട്നയിൽ ചേർന്ന BJP MLA-മാരുടെ യോഗത്തിലാണ് സാമ്രാട് ചൗധരിയെയും വിജയ് സിൻഹയെയും കക്ഷി നേതാവായും ഉപകക്ഷി നേതാവായും തെരഞ്ഞെടുത്തത്. ഇരുവരും ഇന്ന് ഉപമുഖ്യമന്ത്രിമാരായി ചുമതല ഏറ്റെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും 2 ഉപമുഖ്യമന്ത്രിമാരും മാത്രമാകും ഇന്ന് അധികാരം ഏറ്റെടുക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. വരും ദിവസങ്ങളിൽ മറ്റു മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകും. എന്തായാലും രാവിലെ JDU നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷമാണ് ബീഹാർ ഗവർണറിനെ കണ്ട് നിതീഷ് കുമാർ രാജിക്കത്ത് നൽകിയത്. അതിനുശേഷം അദ്ദേഹം താൻ ഈ മഹാഗഠബന്ധൻ അതല്ലെങ്കിൽ INDA സഖ്യം ഉപേക്ഷിക്കുകയാണെന്നും ഇപ്പോൾ നടക്കുന്നതെല്ലാം നല്ലതിനു വേണ്ടി മാത്രമാണ് എന്ന പരാമർശമാണ് ബീഹാർ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. BJP നിയമസഭാ കക്ഷി യോഗം ചേർന്നത് വിനോദ് താവ്ഡെയുടെ നേതൃത്വത്തിലാണ്. അദ്ദേഹം BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയും ബീഹാറിന്റെ പ്രഭാരി കൂടിയാണ്. അദ്ദേഹം ഈ നിയമസഭാ കക്ഷി യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികാരം ബീഹാറിൽ NDAയുടെ സർക്കാർ തിരിച്ച് അധികാരത്തിലെത്തണം എന്നുള്ളതാണ്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്തത് NDAയെ അധികാരത്തിലെത്തിക്കുവാനാണ്. എന്നാൽ ചില പ്രത്യേക സാഹചര്യത്തിൽ 2022 അത് മുറിഞ്ഞുപോയി. എന്നാൽ ഇപ്പോൾ ഈ നാടിന്റെ വികസനത്തിനായി ബീഹാറിന്റെ സമസ്ത മേഖലയുടെയും വികസനത്തിന് വേണ്ടിയും ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയതയുടെ വിജയത്തിന് 40-ൽ 40 സീറ്റുകളും വിജയിക്കാൻ NDA സർക്കാർ ബീഹാറിൽ അധികാരത്തിലെത്തേണ്ടത് അനിവാര്യമാണെന്ന വികാരം BJP MLA-മാരുടെ യോഗത്തിലുമുണ്ടായി. ഈ ഒരു സാഹചര്യത്തിലാണ് JDU BJP സർക്കാർ ഇന്ന് വൈകുന്നേരം അധികാരമേൽക്കാൻ പോകുന്നത്. നമുക്കറിയാം, ബീഹാറിൽ വർഷങ്ങളായി നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുമ്പോൾ ഏറ്റവും കൂടുതൽ കാലം അദ്ദേഹം NDAയുടെ മുഖ്യമന്ത്രിയായാണ് തുടർന്നത്. 2017-ലും 2014-ലും അതിനുശേഷം പിന്നീട് 2022-ലും ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിതീഷ് കുമാർ NDA ബന്ധം ഉപേക്ഷിച്ചിരുന്നു. പക്ഷേ NDA ബന്ധം ഉപേക്ഷിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹത്തിന് ജനപിന്തുണ കുറയുന്നതായും ഒപ്പം തെരഞ്ഞെടുപ്പുകളിൽ പരാജയം ഉണ്ടാകുന്നതും കൃത്യമായി മനസ്സിലാക്കിയ നിതീഷ് കുമാർ ഇപ്പോൾ വീണ്ടും NDAയിലേക്ക് തിരിച്ചെത്തുകയാണ്. മാത്രമല്ല, ഈ INDA മുന്നണിക്കകത്ത്
രൂപപ്പെട്ടിട്ടുള്ള അഭിപ്രായ വ്യത്യാസവും ഇപ്പോഴീ നിതീഷ് കുമാറിന്റെ ഈ മഹാസഖ്യം ഉപേക്ഷിക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. രജനി, ഇവിടെ ഒരു കാര്യം നമ്മൾ സൂചിപ്പിക്കേണ്ടത്, ഇന്ത്യ മുന്നണി രൂപീകരണത്തിന് മുൻകൈയെടുത്ത നേതാവായിരുന്നു നിതീഷ് കുമാർ. പെട്ടെന്നുള്ള അദ്ദേഹത്തിന്റെ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന ആ ഒരു സർക്കാരുകൾ എല്ലായിടത്തും വരണം എന്നൊരു മാറ്റം അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ് ബീഹാറിലും ഉണ്ടാകുന്നത്. പക്ഷേ അപ്പോഴും ഈ മഹാസഖ്യം എന്ന് പറയുന്നത് തകർന്ന് അടിയുകയാണ്. ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ പോലും വിജയിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് എത്തി നിൽക്കുന്നു എന്നുകൂടെ പറയേണ്ടതില്ലേ? രജനി, അത് തന്നെയാണ്. അതായത് INDA മുന്നണി ഏതാണ്ട് പൂർണ്ണമായും ശിഥിലമാകുന്ന കാഴ്ച നമുക്ക് ബീഹാറിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇതിലേറ്റവും ശ്രദ്ധേയം ഈ നിതീഷ് കുമാർ ആണ് ഈ മുന്നണിക്ക് തുടക്കം കുറിച്ചത് എന്നുള്ളതായിരുന്നു. INDA മുന്നണിയുടെ ആദ്യ യോഗം ചേർന്നത് തന്നെ ബീഹാറിന്റെ തലസ്ഥാനമായിട്ടുള്ള പട്നയിലാണ്. അവിടെ വെച്ചാണ് മുന്നണിക്ക് പേരിടുന്നതും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നതുമെല്ലാം ഈ പട്നയിൽ വെച്ചായിരുന്നു. മാത്രമല്ല, ഈ മുന്നണിയിലെ ഭൂരിപക്ഷം രാഷ്ട്രീയ കക്ഷികളും നിതീഷ് കുമാർ പ്രതിപക്ഷ ഐക്യത്തെ നയിക്കണം എന്ന വികാരം മുന്നോട്ട് വെച്ചവരാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും യോഗ്യൻ നിതീഷ് ആണെന്ന് എന്ന പൊതു അഭിപ്രായം മുന്നണിക്കകത്തുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ചുരുക്കം ചില മുന്നണികളും അതിന് തയ്യാറായില്ല. അതേ തുടർന്നാണ് ആദ്യ അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നത്. പിന്നീട് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രൂപപ്പെട്ടു. ബീഹാറിൽ JDU-നും RJD-ക്കും ഇടയിൽ കോൺഗ്രസിനും ഇടയിൽ പ്രശ്നങ്ങൾ രൂപപ്പെട്ടു തുടങ്ങി. ഇതെല്ലാം ഈ മുന്നണി വിടുവാൻ നിതീഷ് കുമാറിനെ പ്രേരിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും INDA മുന്നണി അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ശിഥിലമായി പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് ബീഹാറിൽ മാത്രമല്ല, പശ്ചിമ ബംഗാളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ മമതാ ബാനർജി ഇപ്പോൾ ഈ മുന്നണിയുമായി സഹകരിക്കില്ല എന്ന നിലപാടെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മമത പറഞ്ഞത് കോൺഗ്രസുമായി ബംഗാളിൽ സഹകരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നതാണ്. കോൺഗ്രസിന് 6 സീറ്റ് വേണം എന്നതാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന നിലപാട്. എന്നാൽ മമതാ ബാനർജി അതിന് ഒരുക്കമല്ല. 42 സീറ്റുള്ള പശ്ചിമ ബംഗാളിൽ കേവലം 2 സീറ്റുകൾ കൊണ്ട് കോൺഗ്രസ് തൃപ്തിപ്പെടണം എന്ന നിലപാട് മമത മുന്നോട്ട് വെച്ചു. എന്നാൽ പശ്ചിമ ബംഗാൾ PCC അധ്യക്ഷനായ അതിരഞ്ജൻ ചൗധരിയെ പോലെയുള്ള നേതാക്കൾ ഇത് അംഗീകരിക്കാൻ തയ്യാറാകാതിരിക്കുകയും അതേ തുടർന്ന് ഇന്ത്യ മുന്നണി വിടുന്നതായി മമതാ ബാനർജി വ്യക്തമാക്കുകയും ചെയ്തു. പഞ്ചാബിലും അതോടൊപ്പം തന്നെ ഡൽഹിയിലും സമാനമായ മറ്റൊരു പ്രശ്നം ഇപ്പോൾ തുടരുകയാണ്. പഞ്ചാബിലെയും ഡൽഹിയിലെയും PCCകൾ ആം ആദ്മി പാർട്ടിയുമായി സഹകരിക്കില്ല എന്ന് വ്യക്തമാക്കുന്നു. ആം ആദ്മി പാർട്ടി ആകട്ടെ സമാനമായ രീതിയിൽ ഈ 2 സംസ്ഥാനങ്ങളിലെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും തങ്ങൾ മത്സരിക്കാം എന്ന നിലപാട് മുന്നോട്ട് വയ്ക്കുകയാണ്. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണി ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇല്ലാതാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരി, എന്തായാലും ബീഹാറിൽ NDA സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുകയാണ്. സത്യപ്രതിജ്ഞ വൈകിട്ട് 5 മണിക്കാണ്. മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിനൊപ്പം 9 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. സാമ്രാജ് ചൗധരിയും വിജയ് സിംഘയുമാണ് ഉപമുഖ്യമന്ത്രിമാർ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ.